കോൺഗ്രസ് തൃശൂർ കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ യൂത്ത് കോൺഗ്രസ് തൃശൂർ കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്കെതിരെയും തൊഴിലുറപ്പ് പദ്ധതി കേന്ദ്ര സർക്കാർ അട്ടിമറിച്ചെന്നാരോപിച്ചുമായിരുന്നു പ്രതിഷേധം. ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പ്രവർത്തകർ പിരിഞ്ഞുപോകാതെ വന്നതോടെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷ് അടക്കമുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പോലീസ് മർദ്ദിച്ചെന്നാരോപിച്ച് സ്റ്റേഷനു മുന്നിൽ പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചതോടെ പോലീസ് സ്റ്റേഷനുള്ളിലും പുറത്തും ഒരേപോലെ സംഘർഷാവസ്ഥയായി. പരിക്കേറ്റ 2 കോൺഗ്രസ് പ്രവർത്തകരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബാക്കിയുള്ളവരെ അറസ്റ്റ് രേഖപ്പെടുത്തി പോലീസ് വിട്ടയച്ചു. കീടനാശിനി കഴിച്ച 3 സഹോദരിമാരുടെ ആത്മഹത്യാ ശ്രമം. ഒരാൾ മരിച്ചു. ആറ്റൂരിൽ കീടനാശിനി കഴിച്ച 3 സഹോദരിമാരുടെ ആത്മഹത്യാ ശ്രമം. അതിൽ ഒരാൾ മരിച്ചു. ആറ്റൂർ സ്വദേശിനികളായ 72-കാരി സരോജിനി, 74-കാരി ജാനകി, 75-കാരി ദേവകി എന്നിവരാണ് വിഷം കഴിച്ചത്. എന്നാൽ സരോജിനി മരിച്ചു. മറ്റ് 2 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് രാവിലെയാണ് സംഭവം. ഇവർ 3 മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. അവിവാഹിതരാണ്. ഇവരെ കാണാത്തതിനെ തുടർന്ന് പ്രദേശവാസികൾ അന്വേഷിച്ചെത്തിയപ്പോഴാണ് 3 അബോധാവസ്ഥയിൽ കണ്ടെത്തിയത്. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും സരോജിനി മരിച്ചു. കീടനാശിനിയാണ് 3 കഴിച്ചത്. ആത്മഹത്യക്കുറിപ്പ് കണ്ടെത്തി. പ്രായമായതിന്റെ അവശതകൾ 3 അലട്ടിയിരുന്നു. ഇതിന്റെ നൈരാശ്യത്തിലാണ് ആത്മഹത്യയെന്ന് സൂചിപ്പിക്കുന്ന കുറിപ്പാണ് സ്ഥലത്തു നിന്നും കിട്ടിയതെന്ന് പോലീസ് പറഞ്ഞു. മറ്റത്തൂരിൽ വീണ്ടും കോൺഗ്രസ് BJP കൂട്ടുകെട്ട്. മറ്റത്തൂരിൽ വീണ്ടും കോൺഗ്രസ് BJP സഖ്യം. മറ്റത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ BJP അംഗങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്തു. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ജയിച്ച മിനിമോൾ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. LDF 10, UDF 8, NDA 4, വിമതർ 2 എന്നിങ്ങനെയാണ് പഞ്ചായത്തിലെ കക്ഷിനില. 2 കോൺഗ്രസ് അംഗങ്ങൾ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. ഒരു വിമതൻ LDFനെ പിന്തുണച്ചു. BJPയും മിനിമോളെ പിന്തുണച്ചതോടെ LDFനും കോൺഗ്രസിനും വോട്ട് നില 11-11 എന്ന നിലയിലായി. തുടർന്ന് നറുക്കെടുപ്പിലാണ് വൈസ് പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തത്. ഉത്സവപ്പറമ്പിൽ SIക്ക് മർദ്ദനം. പോലീസ് ഉദ്യോഗസ്ഥനുൾപ്പെടെ 3 പേർ അറസ്റ്റിൽ. ഉത്സവപ്പറമ്പിൽ സംഘർഷം തടയാൻ ശ്രമിച്ച SIയെ ഓടയിൽ തള്ളിയിട്ടു. നഗരൂർ SI അൻസാറിനാണ് മർദ്ദനമേറ്റത്. സംഭവത്തിൽ പോലീസ് ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെയുള്ള 3-അംഗ സംഘത്തെ അറസ്റ്റ് ചെയ്തു. സംഘർഷം തടയാൻ ശ്രമിച്ചപ്പോഴാണ് SIക്ക് മർദ്ദനമേറ്റത്. ഓടയിൽ തള്ളിയിടുകയും യൂണിഫോം നശിപ്പിക്കുകയും ചെയ്തു. വെള്ളല്ലൂർ ശിവക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെയാണ് സംഭവം ഉണ്ടായത്. വെള്ളല്ലൂർ സ്വദേശികളായ ആരോമൽ, ചന്തു, കല്ലമ്പലം സ്വദേശി ആദിത്യൻ എന്നിവരാണ് പിടിയിലായത്. പ്രതിയായ ചന്തു നിലവിൽ പള്ളിക്കൽ പോലീസ് സ്റ്റേഷനിലെ CPO ആണ്. ആലപ്പുഴയിൽ വീട് കുത്തിത്തുറന്ന് മോഷണം. ആലപ്പുഴ ചെന്നിത്തലയിൽ വീട് കുത്തിത്തുറന്ന് മോഷണം. 20 പവൻ സ്വർണവും ലാപ്ടോപ്പ് ഉൾപ്പെടെയുള്ള വസ്തുക്കളുമാണ് മോഷണം പോയത്. പാസ്പോർട്ട് അടക്കം വിലപ്പെട്ട രേഖകൾ സൂക്ഷിച്ചിരുന്ന ബാഗ്, ഇന്ത്യൻ വിപണിയിൽ 30,000 രൂപ വില വരുന്ന 25 UK പൗണ്ട് എന്നിവ സൂക്ഷിച്ച ബാഗ് ഉൾപ്പെടെ കാണാതായിട്ടുണ്ട്. അലമാര കുത്തിപ്പൊളിച്ച ശേഷം അതിനുള്ളിലെ ലോക്കർ തകർത്താണ് കവർച്ച. ചെന്നിത്തല ഷാരോൺ വില്ലയിൽ ജോസിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. പ്രവാസിയായ ജോസും കുടുംബവും 2 മാസം മുമ്പാണ് നാട്ടിലെത്തിയത്. വീട്ടുകാർ ബന്ധുവീട്ടിൽ പോയപ്പോഴാണ് മോഷണം നടന്നത്. സംഭവത്തിൽ മാന്നാർ പോലീസ് അന്വേഷണം ആരംഭിച്ചു.